Good morning. Good morning. Nice to know you. Materials management. Good morning. Nice to know you. Materials management. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, വായിച്ചു. എങ്ങനെയുണ്ട്? ഓക്കെ, ഇനി നമ്മൾ എവിടെ വരെ എടുക്കാനുള്ളത്? എവിടെ തുടങ്ങിയാണ്? അഡ്വാൻറ്റേജ് വരെ അല്ലേ നമ്മൾ എടുത്തത്? നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നിങ്ങൾ പഠിച്ചോളണം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ. IMM does cost reduction techniques such as value analysis, variety reduction, standardization, forecasting and market analysis. അപ്പോ IMM-ന്റെ എന്താണ് IMM എന്ന് പറഞ്ഞാല്? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. IMM-ന്റെ എന്താണ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? വാല്യൂ അനാലിസിസ് അല്ലെ. എന്താ വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാല്? മൂല്യ വിശകലനം. അതുപോലെ എന്താണ്? വെറൈറ്റി റിഡക്ഷൻ. എന്താ പറയുന്നത്? വെറൈറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞാല് വൈവിധ്യം കുറയ്ക്കുക. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ്? BP മിഷൻ, BP ചെക്ക് ചെയ്യുന്ന മിഷൻ എന്താണ്? വെറൈറ്റി ആയിട്ടുള്ള മെഷീൻസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അങ്ങനെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? എല്ലാത്തിന്റെയും ഫങ്ഷൻ ഒന്ന് തന്നെ ആയതുകൊണ്ട് ഒരു മിഷൻ മാത്രം മതി അല്ലെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ കുറെ അധികം മെഷീൻസ് വാങ്ങിച്ചു വെക്കാതെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഫങ്ഷൻ നടത്തുക എന്നുള്ളതാണ് വെറൈറ്റി റിഡക്ഷനിൽ പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് ആ BP മിഷന്റെ ഒരു ഉദാഹരണം ഒന്ന് എഴുതി വെക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ. നമ്മൾ പറഞ്ഞു അല്ലെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തെങ്കിൽ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവും അല്ലെ. എപ്പോഴും കംപ്ലൈൻസ് വരില്ല, മെയിൻ്റെനൻസ് വരില്ല. അതുപോലെ എന്താണ്? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി എന്താണ്? ഫോർകാസ്റ്റിംഗ് അല്ലെ, മുൻകൂട്ടി തീരുമാനിക്കുക. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? സ്വർണം ഇപ്പോ നമ്മൾ എന്താണ് വാങ്ങിച്ചു. നമ്മള് മുൻകൂട്ടി കാണുകയാണ് എന്ത്? ഭാവിയിൽ സ്വർണത്തിന് ഇനിയും വില കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മുൻകൂട്ടി കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ സ്വർണം വാങ്ങിക്കുന്നു. ഇപ്പോ വില കുറവിന് സ്വർണം വാങ്ങിക്കുന്നു. അതും എന്താണ്? ഒരു കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആയിട്ടാണ് പറയുന്നത്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് മുൻകൂട്ടി കാണുക. ഇനി എന്താണ്? മാർക്കറ്റ് അനാലിസിസ് അല്ലെ, വിപണി വിശകലനം ചെയ്യൽ. നിങ്ങൾക്ക് അറിയാം എന്താണ്? നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ആ പ്രൊഡക്റ്റിന് മാർക്കറ്റ് വാല്യൂയിലോ ഇപ്പോഴും എന്താണ് നല്ല രീതിയിൽ അത് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു മാർക്കറ്റില് വിശകലനം ചെയ്യുകയാണ് അല്ലെ. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയുമാണ് IMM-ന്റെ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? വാല്യൂ അനാലിസിസ് ഉണ്ട്, വെറൈറ്റി റിഡക്ഷൻ ഉണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, ഫോർകാസ്റ്റിംഗ് ഉണ്ട്, മാർക്കറ്റ് അനാലിസിസ് ഉണ്ട്. ഇനി വാല്യൂ അനാലിസിസ് ഒന്നും കൂടി നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട് കേട്ടോ. നോക്കിയേ, വാല്യൂ അനാലിസിസ്. Value analysis is an arranged approach to recognize unnecessary cost connected with any product, material, part, component, system or service. ഈ പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണൻസ്, സിസ്റ്റം ഓർ സർവീസ് ഇവയെല്ലാം സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള, അൺനെസസറി എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവശ്യ ചെലവുകള്
വരുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു സംവിധാനമാണ് എന്ത് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, പാർട്ട്, കമ്പോണൻസ്, സിസ്റ്റം ഓർ സർവീസ്. ഇവയെല്ലാം സംബന്ധിച്ചിട്ട് എന്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം നമ്മള്. അൺനെസസറി കോസ്റ്റ് അല്ലെ, അനാവശ്യ ചെലവുകൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്ന ഒരു സംവിധാനമാണ് വാല്യൂ അനാലിസിസ്. കിട്ടിയോ? അത് എന്താ പറഞ്ഞത്? പ്രൊഡക്റ്റ്, മെറ്റീരിയല്, കമ്പോണന്റ്, പാർട്ട്, സർവീസ് ഇവയെല്ലാം സംബന്ധിച്ച് ഇവയൊക്കെ നോക്കിയിട്ട് അൺനെസസറി ആയിട്ട് ആവശ്യമില്ലാതെ എന്തെങ്കിലും കോസ്റ്റ് വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്ന ഒരു സംവിധാനമാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. This process is necessary for cost reduction. വാല്യൂ അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വാല്യൂ റിലൈസ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. എന്താ പറയുന്നത്? വാല്യൂ എന്നത് എന്താ പറയുന്നത്? അതിന്റെ ഫങ്ഷനെ കുറിച്ചും അതുപോലെ തന്നെ കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കും. എന്താ പറഞ്ഞത്? വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ എന്താണ് അതിന്റെ കോസ്റ്റ് അല്ലെ. ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ ഫങ്ഷൻ, ഐഫോൺ എടുത്തോ അല്ലെ, ഐഫോൺ എടുക്കുമ്പോൾ എന്താണ് അതിന് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ കോസ്റ്റും ഉണ്ട് അതിന്. അപ്പോ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫങ്ഷനെയും കോസ്റ്റിനെയും ആശ്രയിച്ചാണ് അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആയോ? അത് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫങ്ഷനെയും, ഒരു പ്രൊഡക്റ്റിന്റെ ഫങ്ഷനെയും കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കും. വാല്യൂ അനാലിസിസ് of material gives more importance to the utility of the material than its cost. എന്താ പറയുന്നത്? വാല്യൂ അനാലിസിസിൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രാധാന്യം കൊടുക്കുന്നത്? അതിന്റെ വിലയേക്കാൾ, കോസ്റ്റിനേക്കാൾ അല്ലെ, ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനേക്കാൾ അതിന്റെ യൂസസ് അല്ലെ, യൂട്ടിലിറ്റി, അതിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? വാല്യൂ അനാലിസിസിൽ ആ മെറ്റീരിയൽസിന്റെ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കോസ്റ്റിനേക്കാളും, മെറ്റീരിയൽ ദാൻ ഇറ്റ്സ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ, കോസ്റ്റിനേക്കാളും അതിന്റെ യൂട്ടിലിറ്റി, ഉപയോഗത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോ വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസ് ഇവയെല്ലാം സംബന്ധിച്ചിട്ട് എന്തെങ്കിലും അൺനെസസറി ആയിട്ട് ആവശ്യമില്ലാത്ത കോസ്റ്റുകൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്ന ഒരു സംവിധാനമാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. വാല്യൂ അനാലിസിസിലൂടെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വാല്യൂ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ ഫങ്ഷനെയും, പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു അല്ലെ, ഐഫോൺ എടുക്കാം, അതിനെന്താണ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. ക്യാമറ നല്ലതാണ്, അതുപോലെ തന്നെ എല്ലാ ഫോണിനെക്കാട്ടിയും എന്താണ് നല്ലൊരു ക്ലാരിറ്റി, അങ്ങനെയില്ലേ, കുറെ അധികം ഫങ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ ഫങ്ഷനും അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി വാല്യൂ അനാലിസിസിൽ ഒരു മെറ്റീരിയലിന്റെ എന്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? ഒരു മെറ്റീരിയൽസിൽ വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഇതിനൊക്കെയാണ്? കോസ്റ്റിനേക്കാളും അതിന്റെ യൂട്ടിലിറ്റി, യൂസസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാല്യൂ ഇസ് ഈക്വൽ ടു ഫങ്ഷൻ കോസ്റ്റ്. എന്താണ് പറഞ്ഞത്? ഫങ്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തന ചിലവ്. വാല്യൂ മീൻസ് അല്ലെങ്കിൽ വാല്യൂ ഈക്വൽ ടു എന്താണ്? ഫങ്ഷൻ കോസ്റ്റ് ആണ്, പ്രവർത്തന ചിലവാണ്. വാല്യൂ ഇൻക്രീസ് by increasing the function or decreasing the cost. എന്താ പറയുന്നത്? എങ്ങനെയെല്ലാം വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്? അതിന്റെ പ്രവർത്തനത്തിലൂടെ അല്ലെ, ഒരു പ്രൊഡക്റ്റിന്റെ പ്രവർത്തനത്തിലൂടെ. പറഞ്ഞു അല്ലെ, ഐഫോൺ എന്താണ്? അതിന് കൂടുതൽ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫങ്ഷനിങ്ങിലൂടെ നമുക്ക് എന്താണ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? ഡിക്രീസിങ് കോസ്റ്റ് വഴിയും വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാവാം? ഇൻക്രീസിങ് ദ ഫങ്ഷൻ, മനസ്സിലായോ? ഇൻക്രീസിങ് ദ ഫങ്ഷൻ എങ്ങനെയാണ്?
നമ്മൾ ഐഫോൺ ചിന്തിക്കാം, ഐഫോണിൽ എന്താണ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ആ വാല്യൂ, ആ ഐഫോണിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ്, അതിന്റെ ഫങ്ഷനിങ്ങിലൂടെയാണ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി ഡിക്രീസിങ് ദ കോസ്റ്റ് വരുന്നത് എന്താണ്, നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പൊ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിന് നമുക്ക് തുണികൾ എടുക്കാൻ പറ്റിയേ, എന്താണ് വില കുറഞ്ഞിട്ട് ഡിസ്കൗണ്ട് സെയിൽസ് ഉണ്ടല്ലോ. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് കുറച്ചിട്ട് അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ക്ലിയർ ആയോ? രണ്ട് എക്സാമ്പിൾസ് മനസ്സിലായോ? ഇൻക്രീസ് ഇൻ ദ ഫംഗ്ഷനിൽ എന്താണ് എക്സാമ്പിൾസ് പറയുന്നത്? ഐഫോൺ എടുക്കാം നമുക്ക്. ഐഫോണില് പല വെറൈറ്റി ഓഫ്, മറ്റു പല ഫോണുകളെക്കാട്ടും വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ഡിക്രീസ് ഇൻ ദ കോസ്റ്റിൽ എങ്ങനെയാ വരുന്നത്, നമുക്ക് എന്താണ് എക്സ്ചേഞ്ച് അല്ലെ, ഡിസ്കൗണ്ട് സെയിൽസിലൂടെ വില കുറഞ്ഞ് നമുക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കുന്നതിലൂടെ ആ പ്രൊഡക്റ്റിന് എന്താണ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. കുറെ അധികം വിറ്റഴിഞ്ഞു പോകുന്നതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അതിന്റെ വാല്യൂ കൂടുന്നുണ്ട്. അതിലൂടെ നമുക്ക് എന്താണ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡിക്രീസിങ് കോസ്റ്റിലൂടെയും വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് കൺസെപ്റ്റ് വരുന്നത് കേട്ടോ. ക്ലിയർ ആയോ? വാല്യൂ ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ രണ്ട് മെത്തേഡിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. എങ്ങനെയൊക്കെ എല്ലാം വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ഇൻ ദ ഫംഗ്ഷനിലൂടെയും അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ ദ കോസ്റ്റിലൂടെയും. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, വാല്യൂ അനാലിസിസ് വായിച്ചു നോക്കൂ കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വാല്യൂ അനാലിസിസ്. ഇനി വാല്യൂ അനാലിസിസ്, വാല്യൂസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, ഫങ്ഷണൽ വാല്യൂ. ഫങ്ഷണൽ വാല്യൂ റിലേയിങ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ്. എന്താ പറയുന്നത്? ഒരു വസ്തുവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ വാല്യൂവില് ചേഞ്ചസ് ഉണ്ടാകുന്നത്. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, എന്താ പറഞ്ഞത്? ഐഫോൺ അല്ലെ, പലതരത്തിലുള്ള ഫോണുകളുണ്ട്. എങ്കിൽ കൂടിയും ഐഫോണിന് എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത ഐഫോണിന്റെ? മോർ ഫങ്ഷൻസ് അല്ലെ, വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോ മറ്റേതിനേക്കാളും അല്ലെ, വേറെ പല ഫോണിനെക്കാട്ടിയും കൂടുതൽ ഫങ്ഷൻസ് ഈ ഐഫോണിനുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ വാല്യൂവില് വ്യത്യാസം വരുന്നത്. അതാണ് ഫങ്ഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞാല്. എന്താണ്? ഒരു വസ്തുവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ വാല്യൂവില് വ്യത്യാസം വരുന്നത്. അപ്പോ ഐഫോണിൽ എന്താണ് പ്രത്യേകത? ഐഫോണിന് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ മറ്റു പല ഫോണുകളെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഏറ്റവും മുന്തിയ പൊസിഷനിൽ നിൽക്കുന്നത് എന്താണ്? ഐഫോൺ തന്നെയായിരിക്കും അല്ലെ. ഫോണുകളില് നമുക്ക് മുന്തിയ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് എന്താണ്? ഐഫോൺ ആണ്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്?
മറ്റു പല അല്ലെങ്കിൽ എന്താണ് ഒരു വസ്തുവിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ വാല്യൂവില് വ്യത്യാസം വരുന്നത്. ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ എന്താണ് പലരും ഇപ്പോ എന്താണ് ടോപ്പ് ലെവലിലുള്ള ഫോണുകൾ പറയുന്നത് ചോദിച്ചാൽ പറയുന്നതാണ് ഐഫോൺ എന്നാണ് അല്ലെ. വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാമറ ക്ലാരിറ്റി അതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അതിൽ ഫോണുകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? ഐഫോൺ തന്നെയാണ്. അതിന്റെ വാല്യൂവില് ചേഞ്ചസ് വരുന്നില്ല. ഓക്കെ, ചേഞ്ചസ് ഉണ്ട്. ഓരോ ഫംഗ്ഷനും അനുസരിച്ചായിരിക്കും ഓരോ പ്രൊഡക്റ്റിന്റെ വാല്യൂസിൽ വ്യത്യാസം വരുന്നത്. അതാണ് ഫങ്ഷണൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കി, എക്സ്ചേഞ്ച് വാല്യൂ. എക്സ്ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം വാങ്ങിക്കുന്നു അല്ലെ. പഴയത് കൊടുത്ത് പുതിയത് വാങ്ങിക്കുന്നു. Give a thing that is old and buying a new one. നമ്മള് ഓഫർ, എക്സ്ചേഞ്ച് ഓഫർ അല്ലെ. ഇപ്പോ പഴയ TV കൊടുത്ത് പുതിയത് വാങ്ങിക്കുന്നു. പഴയ TV എന്താണ്? ഇപ്പൊ ആരുടെയും വീട്ടില് പഴയ TV ഒന്നും ഉണ്ടാവില്ലല്ലേ. പഴയകാല ടിവികൾ ഓർക്കുന്നുണ്ടോ? ഇപ്പോ എല്ലാവരുടെയും വീട്ടിലുള്ള TV ഏതാ? എല്ലാവരുടെയും വീട്ടിൽ യൂസ് ചെയ്യുന്ന TV ഏതായിരിക്കും? ഉണ്ട്, പഴയത് LCD. ഓക്കെ, LCD അല്ലെങ്കിൽ LED ടിവികൾ അല്ലെ. അങ്ങനെയുള്ള TVs ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ എക്സ്ചേഞ്ച് വാല്യൂവിൽ എന്താണ്? പഴയതല്ലേ, പഴയത് കൊടുത്ത് പുതിയത് വാങ്ങിക്കുന്നു. അതാണ് എക്സ്ചേഞ്ച് വാല്യൂവിൽ പറയുന്നത്. ഇനി എന്താണ് എക്സ്ട്രീം വാല്യൂ? എക്സ്ട്രീം വാല്യൂന്റെ അവിടെ ഒന്ന് ഹൈഫൺ ഇട്ടോളൂ കേട്ടോ. ഹൈഫൺ ഇല്ല. എക്സ്ട്രീം വാല്യൂ പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്. എന്താ പറയുന്നത്? പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തസ്. അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് മോഹവില കൊടുത്തൊക്കെ വാങ്ങിക്കുന്നത്. ഇപ്പൊ ലാൻഡ്, അതുപോലെ തന്നെ ഇപ്പൊ പുതിയ കാറുകളൊക്കെ ഉണ്ടാകുമ്പോ എന്താണ് സീരിയൽ നമ്പർ ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഫാൻസി നമ്പർ ഒക്കെ നോക്കിയിട്ട് ആളുകൾ വാങ്ങിക്കുന്നില്ലേ? മോഹവില കൊടുത്ത് വാങ്ങുക എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതാണ് എക്സ്ട്രീം വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അന്തസ് പറഞ്ഞതാണ് കേട്ടോ. ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന്റെ അന്തസ് എത്രമാത്രം ഉണ്ട്, അതാണ് എക്സ്ട്രീം വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന്റെ അന്തസ് എത്രമാത്രം ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ അന്തസ് എത്രമാത്രമുണ്ട് എന്ന് നോക്കുന്നതാണ് എന്ത്? എക്സ്ട്രീം വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത്? ഫാൻസി കാറുകള്, ഫാൻസി നമ്പറുള്ള കാറുകള്, അതുപോലെ എന്താണ് ഇപ്പൊ ലാൻഡ് ഒക്കെ മോഹവില കൊടുത്തൊക്കെ വാങ്ങിക്കാറില്ലേ? അതാണ് ട്ടോ ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രീം വാല്യൂ നമ്മുടെ കയ്യിൽ ഒരു വസ്തു വയ്ക്കുമ്പോൾ അതിന് എത്രത്തോളം അന്തസ് ഉണ്ട് എന്ന് നോക്കുന്നത്. ഇനി എന്താണ് കോസ്റ്റ് വാല്യൂ? കോസ്റ്റ് വാല്യൂ ഒന്ന് കൊടുക്കാം കേട്ടോ. കോസ്റ്റ് വാല്യൂ ഹൈഫൺ ഇടാം. ആസ് പെർ മോണിറ്ററി വാല്യൂ. മോണിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ധനപരമായ അല്ലെ. നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിച്ചു അല്ലെ, അതിന് എത്ര രൂപ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. നമ്മ കൊടുത്ത രൂപയ്ക്കുണ്ടോ? ഇപ്പൊ 5 രൂപ ലക്സി പേന, നമ്മ പേന 5 രൂപ കൊടുത്തു ലക്സി പേന വാങ്ങിച്ചു. അപ്പൊ അതിന് അത്രയും വാല്യൂ ഉണ്ടോ, അത്രയും കോസ്റ്റ് ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നതാണ് എന്ത്? കോസ്റ്റ് വാല്യൂല് വരുന്നത്. ക്ലിയർ ആയോ? ഒരു വസ്തുവിന്റെ എന്താണ് പറയാ, എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, ഒരു വസ്തുവിന് എത്ര രൂപ ചിലവ് വരുന്നുണ്ട് എന്ന് നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് കോസ്റ്റ് വാല്യൂ ആസ് പെർ മോണിറ്ററി വാല്യൂ. മോണിറ്ററി എന്ന് പറഞ്ഞാല് ധനപരമായ. ഇനി സ്ക്രാപ്പ് വാല്യൂ ഹൈഫൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെ ഹൈഫൺ ഇല്ല, ശ്രദ്ധിക്കുക ഒന്ന്. ഹൈഫൺ ഇട്ട് കൊടുക്കുക. സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടൈം ഓഫ് ദ ടേം ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആക്രിയിൽ കൊടുത്ത് നമ്മള് പഴയതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്രിക്ക് കൊടുക്കും അല്ലെ. അപ്പൊ ആക്രി എന്ത് തരും നമുക്ക് അവിടെ നിന്ന്? എന്താ തരാം? ക്യാഷ് കിട്ടും അല്ലെ. അതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാല്. നമ്മൾ പഴയ സാധനം ആക്രിയിൽ കൊടുത്തു, ആക്രി നമുക്ക് എന്ത് ചെയ്തു തരുന്നുണ്ട്? അത് അവിടെ നിന്ന് എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനുള്ള വാല്യൂ തരുന്നുണ്ട്, അതിനുള്ള ക്യാഷ് തരുന്നുണ്ട്. അതാണ് സ്ക്രാപ്പ് വാല്യൂ. ഇനി എന്താണ് ടൈം വാല്യൂ? ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. എന്താ പറഞ്ഞത്? നമ്മള് ഇപ്പോ എത്ര നാള്
അത് നിലനിൽക്കും എന്നതിനനുസരിച്ചിട്ടാണ് ഈ ടൈം വാല്യൂ നോക്കുന്നത്. എത്ര നാള് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലില് എന്താണ് ഫാർമസിയിൽ മെഡിസിൻസ് എക്സ്പയറി കഴിഞ്ഞ മെഡിസിൻസിന് വാല്യൂ കിട്ടുമോ നമുക്ക്, അല്ലെങ്കിൽ ക്യാഷ് കിട്ടുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് അത്രയും ടൈം അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത്ര ടൈമിൽ മാത്രം അത് നിലനിൽക്കുന്നുള്ളൂ, അതിന് അത്രയും ടൈം മാത്രം വാല്യൂ കിട്ടുള്ളൂ. അതാണ് ടൈം വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആ പ്രൊഡക്റ്റ് എത്ര വരെ നിലനിൽക്കുന്നു, എത്ര ടൈം വരെ നിലനിൽക്കുന്നു എന്നാണ് ഈ ടൈം വാല്യൂല് നോക്കുന്നത്. ആ പ്രൊഡക്റ്റ് എത്ര ദിവസം വരെ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ മെഡിസിൻ എത്ര ദിവസം വരെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാഷ് കിട്ടില്ല, അതിനുള്ള വാല്യൂ കിട്ടില്ല. ആ എക്സ്പയറി ഡേറ്റിന് മുമ്പ് മാത്രം വരെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ക്യാഷ് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ എത്ര നാള് വരെ, എത്ര ദിവസം വരെ ആ മെഡിസിൻ എടുക്കാം, ഉപയോഗിക്കാം എന്നുള്ള ടൈം നോക്കിയിട്ടാണ് നമുക്ക് അതിനുള്ള വാല്യൂ നമുക്ക് നോക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? അതാണ് ടൈം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര നാള് വരെ അത് നിലനിൽക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഫങ്ഷണൽ വാല്യൂ അല്ലെ. ഫങ്ഷൻസിനെ, ഒരു പ്രൊഡക്റ്റിന്റെ ഫങ്ഷൻസിനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ വാല്യൂല് ചേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്, നമ്മൾ പഴയത് കൊടുത്ത് പുതിയത് വാങ്ങിക്കുന്നു. എക്സാമ്പിൾ എന്താണ്? TV, റെഫ്രിജറേറ്റർ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ എന്താണ്? എസ്റ്റീം വാല്യൂ അല്ലെ, നമ്മൾ മോഹവില കൊടുത്ത് വാങ്ങിക്കുന്നത്. എന്താണ്? ഇപ്പോ ഫാൻസി നമ്പറുള്ള കാറുകള്, അതുപോലെ എന്താണ് മോഹവില കൊടുത്ത് വാങ്ങിക്കുന്ന ലാൻഡുകള്, അതൊക്കെ എസ്റ്റീം വാല്യൂന് എക്സാമ്പിൾ ആണ്. എന്താണ്? കോസ്റ്റ് വാല്യൂ അല്ലെ, ധനപരമായിട്ടുള്ള മോണിറ്ററി വാല്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മള് എന്താണ് ഇത്ര വില കൊടുത്തത്, നമ്മളിപ്പോ ലെക്സി പെന്ന വാങ്ങിച്ചു എന്ന് വെച്ചാല് 5 രൂപയ്ക്കുണ്ടോ, അത് 5 രൂപ കൊടുത്തത് നല്ല രീതിയിലാണോ, കറക്റ്റ് ആണോ, നമ്മൾ കൊടുത്ത പൈസ കൃത്യമായിട്ടാണോ എന്നുള്ളത് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന വാല്യൂസ് ആണ് കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് എത്ര രൂപ ചിലവ് വരുന്നുണ്ട് എന്ന് നോക്കുന്ന അതിനെയാണ് നമ്മൾ കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഴയ കാര്യങ്ങള്, പഴയ സാധനങ്ങള് ആക്രിയിൽ കൊടുത്ത് ആക്രി അത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് വാല്യൂ ക്യാഷ് ആയിട്ട് നമുക്ക് നൽകുന്നുണ്ട്. അതാണ് സ്ക്രാപ്പ് വാല്യൂ. ഈ ടൈം വാല്യൂ എന്താണ്? നമ്മൾ പറഞ്ഞു മെഡിസിൻസിന്റെ കാര്യം അല്ലെ, എത്ര നാൾ വരെ അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കുന്ന ആ വാല്യൂസിനെയാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിന് വാല്യൂ നമുക്ക് കിട്ടില്ല, ക്യാഷ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മെഡിസിൻ എത്ര ദിവസം വരെ നിലനിൽക്കും, എക്സ്പയറി ഡേറ്റിന് മുമ്പ് വരെ നമുക്ക് എന്താണ് അതിന്റെ മൂല്യമുള്ളൂ അല്ലെ, മൂല്യം അളക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ ടൈം വാല്യൂല് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസിൽ വരുന്നത്. എന്തൊക്കെയാണ്? ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, എക്സ്ട്രീം വാല്യൂ, കോസ്റ്റ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ടൈം വാല്യൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി എന്താണ്? പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. എന്താ പറഞ്ഞത്? പർപ്പസ് ഓർ എയിംസ്. അപ്പോ വാല്യൂ അനാലിസിസിന്റെ പർപ്പസ് ചോദിച്ചാലും എയിംസ് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്, മാറിപ്പോകരുത്. ഹെഡിങ് ശ്രദ്ധിച്ച് പഠിക്കണം. ഫസ്റ്റ് വൺ എന്താണ്? റിമൂവൽ ഓഫ് ആൻ ഐറ്റം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ എന്താണ്? വസ്തുക്കളുടെ മൂല്യം നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യമില്ലാത്ത വസ്തുക്കൾ റിമൂവ് ചെയ്യുന്നു. എക്സ്ചേഞ്ച് ഓഫർ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സെയിം കൺസെപ്റ്റ് ആണ് ഇതിനും വരുന്നത്. നമ്മളുടെ കയ്യിൽ എന്താണ്? പഴയ ടി വി ഉണ്ട്. ഈ പഴയ ടി വി ആണോ നിങ്ങൾ മൂല്യം കൊടുക്കുന്നത്? പഴയ ടി വിക്കാണോ പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ ടി വിക്കാണോ പ്രാധാന്യം കൊടുക്കുക? ന്യൂ ടി വിക്ക് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ്? ഫങ്ഷൻസ്, കൂടുതൽ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പുതിയ ടി വി ആയിരിക്കും നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുക അല്ലെ. അപ്പൊ പഴയ ടി വി ഉണ്ട്, ആ പഴയ ടി വി ഉള്ളത് എന്ത് ചെയ്യും നിങ്ങള്? ഒന്നല്ലെങ്കിൽ ആക്രിക്ക് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ആക്രിക്ക് കൊടുക്കും, സ്ക്രാപ്പിന് കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും?
വല്ല ആരെങ്കിലും എന്താണ് ആരെങ്കിലും പാവപ്പെട്ടവർക്കോ ആരെങ്കിലും ഒക്കെ നമ്മൾ ചാരിറ്റി ആയിട്ട് കൊടുക്കും അല്ലെ. അപ്പോ അങ്ങനെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പുതിയത് നമ്മൾ വാങ്ങിക്കും. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി ആവശ്യമില്ലാത്തത് എന്ത് ചെയ്ത് കളയുന്നു? റിമൂവ് ചെയ്ത് കളയുന്നു. അതാണ് റിമൂവൽ ഓഫ് ആൻ ഐറ്റം. ക്ലിയർ ആയോ? മനസ്സിലായോ എക്സാമ്പിൾ പറഞ്ഞപ്പോ? ഇനി എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ ദ കോസ്റ്റ് റിഡക്ഷൻ. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ജോബി പറയേണ്ടത്? ഫസ്റ്റ് പോയിന്റ് ആണോ പറയേണ്ടത്? റിമൂവൽ ഓഫ് ആൻ ഐറ്റം ആണോ? റിമൂവൽ ഓഫ് ആൻ ഐറ്റം എന്ന് പറഞ്ഞാല് വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി ആവശ്യമില്ലാത്ത വസ്തുക്കള് റിമൂവ് ചെയ്ത് കളയുന്നു. എന്താണ്? പുതിയ വസ്തു അല്ലെ, LED TV അല്ലെങ്കിൽ LCD TV നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് എന്താ കാരണം? അതിൽ കൂടുതൽ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ പഴയ TV ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്ത് കളയുന്നു? സ്ക്രാപ്പിന് കൊടുക്കും. അല്ലെങ്കിൽ സ്ക്രാപ്പിൽ കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് പാവപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അത് കൊടുക്കും അല്ലെ. പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കുന്നു. അപ്പൊ വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കിയിട്ട് പഴയ വസ്തുക്കളെ റിമൂവ് ചെയ്ത് കളയുന്നു. ആവശ്യമില്ലാത്തവ റിമൂവ് ചെയ്ത് കളയുന്നു. മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. നമ്മൾ പറഞ്ഞു കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ്? സ്റ്റാൻഡർഡൈസേഷൻ പറഞ്ഞില്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യണം അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള മെഷീൻസ് വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ് ഒക്കെ എങ്ങനെയാണ്? നല്ല രീതിയിലുള്ള മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യണം അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. മെയിൻ്റനൻസ് വർക്ക് ഉണ്ടാവില്ല, അധികം കംപ്ലൈന്റ്സ് വരില്ല, ക്വാളിറ്റിയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ ദ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസ് യൂസ് ചെയ്യണം. മനസ്സിലായോ? എക്സാമ്പിൾ മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ ഓക്കെ ആണ്. ഇനി എന്താണ്? ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ആൻഡ് ഐറ്റം. നമ്മള് ഇപ്പോ എന്താണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് കടയിലേക്ക് കയറി. അപ്പോ ഇപ്പൊ ഒരു സോപ്പ് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഒരു പെന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് കടയിൽ കയറുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നോക്കും? ആ പ്രൊഡക്റ്റിന്റെ എന്തൊക്കെയാണ് നിങ്ങൾ വാച്ച് ചെയ്യാം? എക്സ്പയറി നോക്കും, പ്രൈസ് നോക്കും, ഡേറ്റ്, പിന്നെ ക്വാളിറ്റി നോക്കും. ഓക്കെ, വെരി ഗുഡ്. പ്രൈസ്, ക്വാളിറ്റി അല്ലെ, എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കൂലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അല്ലെ നമ്മൾ എന്താണ് ഒരു കടയിൽ കയറുമ്പോ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോ അതിന്റെ ഫീച്ചേഴ്സ്, വെരി ഗുഡ്, ഫീച്ചേഴ്സ്, പ്രൈസ്, എക്സ്പയറി ഡേറ്റ്, അതുപോലെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യണം. യൂസേജ്, വെരി ഗുഡ്. നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മള് ചെക്ക് ചെയ്തിട്ട് വേണം സാധനം നമുക്ക് വാങ്ങിക്കാനായിട്ട്. ക്ലിയർ ആയോ? അതാണ് എന്താ പറയുന്നത്? ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷൻ അല്ലെ, നിരീക്ഷിക്കണം. അതാണ് തേർഡ് പർപ്പസ് അല്ലെങ്കിൽ എയിംസ് ആയിട്ട് പറയുന്നത്. എന്താണ്? ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോ ഒരു പ്രൊഡക്റ്റ് കടയിൽ കയറി വാങ്ങിക്കുമ്പോ ആ പ്രൊഡക്റ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും, പ്രൈസ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, എക്സ്പയറി, അങ്ങനെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ക്ലിയർ ആയോ? ഇനി ഫോർത്ത് പോയിന്റ് നോക്കിയേ. ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് ഫോർ ദ advantages and uses in an organization. എന്താണ് ചീപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാല്? എന്തുദ്ദേശിക്കുന്നത്? ചീപ്പർ ക്വാളിറ്റി ലെസ് ക്വാളിറ്റി അല്ലെ, വില കുറഞ്ഞ
അല്ലെ? നമ്മള് ഇപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഗുണത്തിനും നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് വില കുറഞ്ഞ വസ്തുക്കളുടെ പരിശോധന. നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും അല്ലെ പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രവർത്തനങ്ങൾക്കും നേട്ടങ്ങൾക്കും അതിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിനും വേണ്ടിയിട്ട് വില കുറഞ്ഞ വസ്തുക്കളുടെ പരിശോധന നടത്തണം. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി. അപ്പോ സെയിം പ്രൊഡക്റ്റ് തന്നെ ഡിഫറെന്റ് കടയിൽ കയറിയിട്ട് നിങ്ങൾ അതിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ് ഒക്കെ നോക്കി. അപ്പോ ഒരു കടയിൽ ഇപ്പോ ലെക്സി പെന്നയാണെന്ന് കരുതുക. അപ്പൊ ലെക്സിക്ക് എന്താണ് 5 രൂപയുണ്ട്, ഒരു കടയിൽ 6 രൂപ, ഒരു കടയിൽ 7 രൂപ. അപ്പൊ നിങ്ങൾ ഏത് കടയിൽ പോയിട്ട് വാങ്ങിക്കാം? 5 രൂപയുള്ള കടയിൽ നിന്നാണോ 7 രൂപ? 5 രൂപയുടെ അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ലാഭം കിട്ടുന്നിടത്തുനിന്നല്ലേ നമുക്ക് വാങ്ങാം. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ ഗുണത്തിനും നേട്ടങ്ങൾക്കും അഡ്വാൻറ്റേജസിനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും നടത്തിപ്പിനും വേണ്ടിയിട്ട് വില കുറഞ്ഞ സാധനങ്ങളുടെ പരിശോധന. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട് അല്ലെ? നമുക്ക് എന്താണ് ഒരു മിച്ചം വരാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 5 രൂപയുള്ള ലെക്സി പെന്നയാണ് വാങ്ങിക്കുക അല്ലെ? അപ്പോ എന്താണ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ഇപ്പൊ 7 രൂപ ഉള്ള ലെക്സി പെന്നൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചതെങ്കിൽ നമുക്ക് അത്രയും കാശ് നമുക്ക് ചിലവ് വരും അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് നമ്മ എന്താ തീരുമാനിക്കുന്നത്? വില കുറഞ്ഞ ഗുണത്തോടു കൂടിയ ഗുണനിലവാരം. എല്ലാത്തിനും എന്താണ് ക്വാളിറ്റി സെയിം തന്നെയാണ്, പക്ഷെ എന്താണ് പ്രൈസിൽ വ്യത്യാസമുണ്ട്. അപ്പോ വില കുറഞ്ഞതും ഗുണത്തോടു കൂടിയ ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്നത് എന്താണ്? 5 രൂപയുടെ ലെക്സി പെന്ന ആയിരിക്കും അല്ലെ? എല്ലാ കടയിലും എന്താണ് ക്വാളിറ്റി ഒന്ന് തന്നെയാണ്, പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ്? ഓർഗനൈസേഷന്റെ നല്ല രീതിയിലുള്ള നേട്ടത്തിനും അതുപോലെ തന്നെ എന്താണ് ഉപയോഗത്തിനുമായിട്ട് വില കുറഞ്ഞ വസ്തുക്കളുടെ പരിശോധന നടത്തുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കിയേ. ഇൻസ്പെക്ഷൻ ഓഫ് alternative costs and price in relation to the money to be spent and the realization of its worth in due course. എന്താ പറയുന്നത്? നമ്മളൊരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതായിട്ടുള്ള പണത്തിന്റെ സ്രോതസ് പരിശോധിക്കുക. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോ ആ സാധനത്തിന്റെ വില, ആ സാധനത്തിന് ചിലവഴിക്കേണ്ടി വരുന്ന വിലയുടെ സ്രോതസ് അല്ലെങ്കിൽ വാല്യൂ, പണത്തിന്റെ സ്രോതസ് പരിശോധിക്കുകയും അതുപോലെ തന്നെ ഏതു സാധനം ആണോ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അതിന്റെ മൂല്യം, യഥാർത്ഥ മൂല്യം എന്തെന്ന് പരിശോധിക്കുകയും വേണം. നമ്മ ഒരു സാധനം വാങ്ങിക്കുന്നു, അത് പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് വരുന്നതെന്നും ആ സാധനം വാങ്ങിക്കുന്നതിന്റെ ആ സാധനത്തിന്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് നമ്മള് പരിശോധിക്കണം. അതാണ് ലാസ്റ്റ് പർപ്പസ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്തായിട്ട് വരുന്നത്? പർപ്പസ് ആൻഡ് എയിംസ് ഓഫ് വാല്യൂ അനാലിസിസ് വരുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? റിമൂവൽ ഓഫ് ഐറ്റംസ് അല്ലെ? പഴയത് മാറ്റി പുതിയത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയത് വാങ്ങിക്കുന്നു. ഇനി എന്താണ് പറഞ്ഞത്? നെക്സ്റ്റ് എന്തായിട്ടാ പറഞ്ഞത്? നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങള്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഡിഫറെന്റ് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ എന്താണ്? ഇൻസ്പെക്ഷൻ ചെയ്യാല്ലേ? ഒരു ഓർഗനൈസേഷന്റെ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾക്കും ഗുണത്തിനുമായിട്ട് വില കുറഞ്ഞ തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗം. ഓക്കെ. ഇനി എന്താ പറഞ്ഞത്? നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നുമാണ്? ഇനി ആ വസ്തുവിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുകയും വേണം. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയ പർപ്പസ് വായിച്ചു നോക്കട്ടോ.
ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നോക്കിയേ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? മെറ്റീരിയൽസ് മാനേജർ അല്ലെ? ആരാ മെറ്റീരിയൽസ് മാനേജർ? ആരാണ് മെറ്റീരിയൽസ് മാനേജർ? ആരാ? ആരായിരുന്നു മെറ്റീരിയൽസ് മാനേജർ? മറന്നാ? വായിച്ചില്ലേ? മെറ്റീരിയൽസ് മാനേജർ ആരായിരുന്നു? ഓക്കെ, പർച്ചേസ് മാനേജർ അല്ലെ? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? IMM-ന്റെ കീഴിൽ അല്ലെ? IMM-ന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരുടെ കീഴിലാണ് നടക്കുന്നത്? മെറ്റീരിയൽസ് മാനേജറുടെ കീഴിലാണ് നടക്കുന്നത് അല്ലെ? ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് ആരാണ് വരുന്നത്? മെറ്റീരിയൽസ് മാനേജർ അല്ലെ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം നമുക്ക് അല്ലെ? മെറ്റീരിയൽസ് മാനേജർ. ഇനി മെറ്റീരിയൽസ് മാനേജറുടെ കീഴില് രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, പർച്ചേസും സ്റ്റോറും. അപ്പോ ഈ പർച്ചേസില് ഫസ്റ്റ് വൺ വരുന്നത് പർച്ചേസ് മാനേജർ ഉണ്ടാവും. ഇവിടെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പർച്ചേസ് മാനേജർ ഉണ്ടാവും. അദ്ദേഹത്തിന് കീഴിലാണ് അസിസ്റ്റന്റ് മാനേജർ വരുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. പർച്ചേസിങ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മെറ്റീരിയൽസ് മാനേജറുടെ കീഴില് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, പർച്ചേസും സ്റ്റോഴ്സും. പർച്ചേസില് ഫസ്റ്റ് വരുന്നത് പർച്ചേസ് മാനേജർ ഉണ്ടാവും. അദ്ദേഹത്തിന് കീഴിലാണ് അസിസ്റ്റന്റ് മാനേജർ വരുന്നത്. അതിന് കീഴിലാണ് പർച്ചേസ് അസിസ്റ്റന്റ് വരുന്നത്. കിട്ടിയോ? അത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ. ഇനി എന്താണ്? സ്റ്റോഴ്സ്. അടുത്ത വിഭാഗമാണ് സ്റ്റോഴ്സ്. ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴില് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, പർച്ചേസിനും സ്റ്റോഴ്സിനുമാണ് പറയുന്നത്. പർച്ചേസ് വിഭാഗത്തില് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് പർച്ചേസ് മാനേജർ ആണ്. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ, അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് പർച്ചേസ് അസിസ്റ്റന്റ്. ഇനി അടുത്ത വിഭാഗമാണ് സ്റ്റോഴ്സ്. സ്റ്റോഴ്സിൽ വരുന്ന ഫസ്റ്റ് വരുന്നത് ആരാണ്? സ്റ്റോഴ്സ് മാനേജർ വരും. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ, അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് സ്റ്റോർ കീപ്പർ. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത്. മെറ്റീരിയൽസ് മാനേജർ ഉണ്ട്. മെറ്റീരിയൽസ് മാനേജറിന് കീഴില് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, പർച്ചേസ് എന്നും സ്റ്റോഴ്സ് എന്നും പറയുന്നുണ്ട്. പർച്ചേസ് വിഭാഗത്തില് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് പർച്ചേസ് മാനേജർ വരുന്നുണ്ട്. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ ആണ്, അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് പർച്ചേസ് അസിസ്റ്റന്റ്. ഈ സ്റ്റോഴ്സ് വിഭാഗത്തില് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് സ്റ്റോഴ്സ് മാനേജർ, അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ, അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് സ്റ്റോഴ്സ് കീപ്പർ. ഡൗട്ട് ഉണ്ടോ? ഇനി ക്ലിയർ ആയി? എല്ലാവർക്കും കിട്ടിയില്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ ആണ്. ഇനി എന്താണ്? ഇനി പർച്ചേസിങ് എന്താണ്? പർച്ചേസിങ് എന്താണെന്ന് നോക്കാം. Purchasing is the arranged acquisition of goods and services or the buying entity. Buying entity എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ ആവാട്ടോ. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫേം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാം കേട്ടോ. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഫേം എന്നൊക്കെ പറയാം. അപ്പോ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാല് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ ബൈയിങ് എൻറ്റിറ്റി. ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വാങ്ങുന്ന
വ്യക്തി എന്ന് പറയാം കേട്ടോ. ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തി ഏതാണോ ആ വ്യക്തിക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു അറേഞ്ച്ഡ് അല്ലെ ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കി കൊടുക്കുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തിക്കോ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കി കൊടുക്കുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ കൺസെപ്റ്റ്? ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തിക്കോ, ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്തു വരുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കി കൊടുക്കുന്നു. അതാണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാല്. ഇനി പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് are required to make sure that required items are acquired in a timely manner and at the reasonable cost. അപ്പൊ പർച്ചേസിംഗ് ആക്ടിവിറ്റി ഉറപ്പുവരുത്തേണ്ട കാര്യം എന്താണ്? ടൈമിലി പറഞ്ഞ നമ്മള് ഓർഡർ ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ടൈമിലി എത്തിച്ചു കൊടുക്കുകയും കൃത്യമായിട്ട് കൃത്യസമയത്ത് അത് എത്തിച്ചു കൊടുക്കുകയും അതെങ്ങനെ വേണം? കോസ്റ്റ് എങ്ങനെയായിരിക്കണം? റീസണബിൾ ആയിട്ടുള്ള ന്യായമായ രീതിയിലുള്ള കോസ്റ്റുകളും ആയിരിക്കണം അതിന് ഉണ്ടായിരിക്കേണ്ടത്. കിട്ടിയോ? എങ്ങനെയായിരിക്കണം? ടൈംലി മാനർ ആൻഡ് റീസണബിൾ റേറ്റ്. പർച്ചേസിംഗ് ആക്ടിവിറ്റി ഉറപ്പുവരുത്തേണ്ട പർച്ചേസിംഗിലൂടെ ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്? ടൈമിലി കൃത്യമായ ടൈമിങ്ങിലൂടെയും അതുപോലെ തന്നെ എന്താണ്? റീസണബിൾ ന്യായമായിട്ടുള്ള കോസ്റ്റിലൂടെയും ആയിരിക്കണം അത് കൊടുക്കാനായിട്ട്. പർച്ചേസിംഗ് ഡൺ ആസ് പെർ ദ നീഡ്സ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. അപ്പൊ പർച്ചേസിംഗ് നടത്തേണ്ടത് ഡൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആവശ്യങ്ങളും അല്ലെ നീഡ്സും അനുസരിച്ചിട്ടായിരിക്കണം പർച്ചേസിംഗ് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് പറഞ്ഞത്? പർച്ചേസിംഗ് എങ്ങനെയാ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിലാണെങ്കിൽ അല്ലെ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് അവിടെ എന്താണ് ഇപ്പൊ മരുന്നുകളും മറ്റുമൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് മെഷീൻ എക്യുപ്മെന്റ്സ് അല്ലെ മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടേക്ക് പർച്ചേസ് ചെയ്യണം. അപ്പൊ പർച്ചേസ് ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അനുസരിച്ചും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചുമാണ് നമ്മൾ പർച്ചേസിങ് നടത്തേണ്ടത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസിൽ വരുന്നത്. എന്താണ് പർച്ചേസിൽ പറഞ്ഞത്? നമ്മള് എന്തൊക്കെയാ പറഞ്ഞത്? പർച്ചേസിങ് എന്താന്നാ പറഞ്ഞത്? ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്കോ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു കൃത്യമായിട്ടുള്ള ക്രമീകരിച്ച രീതിയിൽ വേണം നമ്മള് പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ ലഭ്യമാക്കി കൊടുക്കാൻ. വാങ്ങുന്ന ആൾക്കോ ഓർഗനൈസേഷനോ അറേഞ്ച്ഡ് അല്ലെ ക്രമീകരിച്ചിട്ടുള്ള രീതിയിലായിരിക്കണം ഗുഡ്സ് ആൻഡ് സർവീസസ് ലഭ്യമാക്കി കൊടുക്കാൻ. അതാണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞത്. ഇനി പർച്ചേസിംഗ് എങ്ങനെയാ ചെയ്യേണ്ടത്? പർച്ചേസിംഗ് ആക്ടിവിറ്റി ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്? ടൈംലി മാനർ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, രണ്ട് കാര്യം പറഞ്ഞില്ലേ നമ്മള്? റീസണബിൾ റേറ്റിലുമായിരിക്കണം പർച്ചേസിംഗ് നടത്തി കൊടുക്കേണ്ടത്. അതുപോലെ പർച്ചേസിംഗ് എങ്ങനെയൊക്കെ ചെയ്യാം? പർച്ചേസിംഗ് ഡൺ ബൈ എങ്ങനെയാണ്? ഹോസ്പിറ്റല് അല്ലെങ്കിൽ എന്താണ് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ചും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചുമായിരിക്കണം നമ്മള് ഓരോ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ പർച്ചേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ് അല്ലെ? ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ടു ഗെറ്റ് ദ right quality, right quantity, right place from a right എന്നാക്കണം കേട്ടോ. അവിടെ നൈറ്റ് എന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നൈറ്റ് എന്നുള്ളത് റൈറ്റ് എന്നാക്കാം. റൈറ്റ് വെൻഡർ ഓർ സോഴ്സ്. വെൻഡർ റേറ്റിംഗ് ഇവാലുവേഷൻ at the right time, delivery period and at the right place. ആ റൈറ്റ് പ്ലേസ് കഴിഞ്ഞിട്ട് അവിടെ ബ്രാക്കറ്റ് വേണ്ട കേട്ടോ.
റൈറ്റ് പ്ലേസ് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കാം. മനസ്സിലായോ? റൈറ്റ് പ്ലേസ് കഴിഞ്ഞിട്ട് ആ ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള മുമ്പിൽ ഒരു ബ്രാക്കറ്റ് ഇല്ലേ, ആ ബ്രാക്കറ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ. ബ്രാക്കറ്റ് വെട്ടിക്കളയാ. ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടുക. 16 കണ്ടോ? ആ 16 1 വെട്ടിക്കളയാ. 6 hours ഓഫ് പർച്ചേസിങ് എന്നാക്കണം. കിട്ടിയോ? നമ്മള് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 6 hours ഓഫ് പർച്ചേസിങ് ആണ്. ഏതൊക്കെയാണ് വരുന്നത്? റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. കിട്ടിയോ? റൈറ്റ് വെൻഡർ, റൈറ്റ് വെൻഡർ എന്നാക്കിയില്ലേ? 6 കിട്ടിയോ? 6 hours എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? അപ്പോ 6 hours ഓഫ് പർച്ചേസിങ് പഠിച്ചിട്ടുണ്ടോ? മാർക്കറ്റിംഗില് 4 P's ഓഫ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ പർച്ചേസിംഗിലും 6 hours ഓഫ് പർച്ചേസിംഗ് ഉണ്ട്. ഏതൊക്കെയാണ് എന്ന് പറഞ്ഞേ? റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെൻഡർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. ക്ലിയർ ആയില്ലേ? റൈറ്റ് വെൻഡർ എന്ന് പറഞ്ഞാല് കച്ചവടക്കാരൻ. മനസ്സിലായോ? വെൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത് വസ്തു വിൽക്കുന്ന ആൾ അല്ലെങ്കിൽ എന്താണ്? കച്ചവടക്കാരൻ. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. 6 hours ഓഫ് പർച്ചേസിംഗ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് 6 hours ഓഫ് പർച്ചേസിംഗില് ഉൾപ്പെടുന്നത്? പുറത്ത് വെക്ക ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇനി എന്താണ്? Other objectives include keeping the constant flow of materials and to guarantee higher productivity. എന്താ പറഞ്ഞത്? ഇനി other objective അല്ലെ, പർച്ചേസിംഗിന്റെ other objective എന്താണ്? Constant flow of materials. എന്താ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാല്? തുടർച്ചയായ അല്ലെ, തുടർച്ചയായ ഫ്ലോ ഓഫ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഗ്യാരണ്ടി ടു ഹയർ പ്രൊഡക്ടിവിറ്റി, ഹയർ പ്രൊഡക്ടിവിറ്റിയുമാണ് പർച്ചേസിംഗിന്റെ എന്തെന്ന് പറയുന്നത്? അതർ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? കിട്ടിയോ? അത് എന്താണ്? ഇപ്പൊ കോൺസ്റ്റന്റ് ഫ്ലോ, തുടർച്ചയായ മെറ്റീരിയൽസിന്റെ ഫ്ലോ അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇപ്പോ മെഡിസിൻസ് തീരുന്നതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ഫില്ല് ചെയ്യണോ അല്ലെ? അവിടെ ഫാർമസിയിൽ ഫില്ല് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കമ്പനീസിൽ നിന്ന് ഓർഡർ ചെയ്ത് അത് പർച്ചേസ് ചെയ്ത് റിസീവ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള സ്പേസിൽ അറേഞ്ച് ചെയ്ത് വെക്കും പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത് എന്ത്? കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ. കിട്ടിയോ കൺസെപ്റ്റ്? ഇനി എന്താണ്? ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ, ഉൽപാദനം കൂട്ടുക, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. 2 കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗിൽ വരുന്നത്. കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഹയർ പ്രൊഡക്ടിവിറ്റിയും. മനസ്സിലായോ? ഇനി എന്താണ്? Vendor evaluation is performed relying on quality rating and delivery rating. എന്താ പറയുന്നത്? ഈ വെഞ്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? കച്ചവടക്കാരല്ലേ. അയാളെ എങ്ങനെയൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും? അയാളുടെ പെർഫോമൻസിൽ അയാൾ എങ്ങനെ പെർഫോം ചെയ്യണം? ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റിയോട് കൂടിയിട്ടും അതുപോലെ തന്നെ എന്താണ്? കറക്റ്റ് ടൈമിൽ നമുക്ക് എത്തിച്ചു തരികയും വേണം. വേണ്ടേ? സാധനങ്ങള് തീരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ടൈമിൽ ഓർഡർ കൊടുക്കുകയും അയാൾ എന്ത് ചെയ്യണം? കറക്റ്റ് ടൈമില് നമുക്ക് ക്വാളിറ്റിയോട് കൂടിയിട്ട് സാധനങ്ങള് എത്തിച്ചു തരികയും വേണം. വെൻഡർ ഹാസ് ടു ബി ട്രസ്റ്റ് വർത്തി. ട്രസ്റ്റ് വർത്തി എന്താ? ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വസ്തത അല്ലെ, വിശ്വസ്തനായിരിക്കണം അല്ലെ. വെഞ്ചർ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. എന്താണ്? വിശ്വസ്തനായിരിക്കണം. അറിയാത്തവരെ എഴുതി വെച്ചോളൂ കേട്ടോ. വിശ്വസ്തൻ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ആളായിരിക്കണം അല്ലെങ്കിൽ വിശ്വസ്തനായിരിക്കണം ആര്? കച്ചവടക്കാരൻ എന്ന് പറയുന്നത്. ഇനി hospitals will have an
അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഇപ്പൊ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ എന്താണ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അംഗീകരിച്ച അല്ലെ, അംഗീകരിച്ച ഒരു വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. കച്ചവടക്കാരുടെ മരുന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അവരുടെ ആ വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അവര് ഓർഡർ ചെയ്ത് അവരിൽ ആ ലിസ്റ്റിൽ നോക്കിയിട്ടായിരിക്കും വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നത്. ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ് ഉണ്ടാവും. വെൻഡേഴ്സിന്റെ കച്ചവടക്കാരുടെ അപ്രൂവ്ഡ് ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നോക്കിയിട്ടാണ് ഓരോ വെൻഡേഴ്സിനും സെലക്ട് ചെയ്തുകൊണ്ട് അവര് പർച്ചേസിങ് നടത്തുന്നത്. ക്ലിയർ ആയോ? വെൻഡേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം, അയാളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ കറക്റ്റ് ടൈമില് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ആളുകൾക്ക് ഡെലിവറി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ് ഉണ്ടാവും. ആ ലിസ്റ്റ് നോക്കിയിട്ടായിരിക്കും അവര് ഓർഡറിങ് കൊടുക്കുന്നത്. ഇനി എന്താണ് പർച്ചേസ് ഈസ് എ ബിസിനസ് ഫങ്ഷൻ സിൻസ് വി കൺവേർട്ട് resources into services and is there issued. എന്താ പറയുന്നത്? പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ഫങ്ഷൻ ആണ്. എങ്ങനെയാണ് ബിസിനസ് ഫങ്ഷൻ എന്ന് പറയുന്നത്? നമ്മളിപ്പോ ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ രോഗികൾക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? മെഷീൻ അല്ലെ, ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ നല്ല രീതിയിലുള്ള മെഷീൻസ് വേണ്ടേ CT സ്കാൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? അതെന്താ ചെയ്യുന്നത്? ആളുകൾക്ക് സർവീസ് കൊടുക്കുകയാണ് അല്ലെ നല്ല രീതിയിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് ബിസിനസ് ഫങ്ഷൻ ആണ്. ആ റിസോഴ്സസുകളെ ഹോസ്പിറ്റലിലെ എന്താണ് റിസോഴ്സസുകളെ വിഭവങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് ആക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫങ്ഷൻ ആണ് എന്ന് പറയുന്നത്. കിട്ടിയോ കൺസെപ്റ്റ്? എന്താണ് പർച്ചേസ് ബിസിനസ് ഫങ്ഷൻ ആണെന്ന് പറയുന്നത്? നമ്മളിപ്പോ ഒരു മിഷൻ പർച്ചേസ് ചെയ്തു. ആ മിഷനിലൂടെ രോഗികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ സർവീസ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലുള്ള ഓരോ വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസുകളെ എന്താക്കി മാറ്റുന്നുണ്ട്? സർവീസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൺസെപ്റ്റ് കിട്ടിയോ? മനസ്സിലായോ? അത് മനസ്സിലായോ? ബിസിനസ് ഫങ്ഷൻ എന്ന് പറഞ്ഞാല്. ഇനി എന്താണ് പർച്ചേസിങ് എ സ്പെൻഡിങ് ഫങ്ഷൻ. ബിസിനസ് ഫങ്ഷൻ എന്ന് പറയുന്നുണ്ട്, സ്പെൻഡിങ് ഫങ്ഷൻ എന്ന് പറയുന്നുണ്ട് അല്ലെ. ആൻഡ് ഇറ്റ് ഈസ് കോർഡിനേറ്റ് വിത്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇവന്റ് ഓഫ് ബൾക്ക് പർച്ചേസ്. എന്താ സ്പെൻഡിങ് ഫങ്ഷൻ എന്ന് പറയുന്നത്? നമ്മള് പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ പല പല ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ എന്ത് ചെയ്യണം? പല പല ഇൻസ്ട്രുമെന്റ്സ് അതുപോലെ മെഷീൻസുകള് വേണം അല്ലെ. അപ്പോ ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുകളോട് കൂടിച്ചേർന്ന കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഹോസ്പിറ്റലുകളിലേക്ക് എന്ത് ബൾക്കായിട്ട് ഇവിടെ മെഷീൻസുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പർച്ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പെൻഡിങ് ഫങ്ഷൻ എന്നും കൂടി പറയുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? എന്താ സ്പെൻഡിങ് ഫങ്ഷൻ എന്ന് പറഞ്ഞാല്? നമ്മള് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഹോസ്പിറ്റലുകളില്. അപ്പൊ പല പല ഡിപ്പാർട്ട്മെന്റിലേക്കും എന്താണ് പല പല ഇൻസ്ട്രുമെന്റ്സ് ആവശ്യമായിട്ട് രോഗികൾക്ക് സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല പല ഇൻസ്ട്രുമെന്റ്സും ആവശ്യമാണ്. അപ്പൊ ഈ പല പല ഇൻസ്ട്രുമെന്റ്സും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ IMM പഠിച്ചില്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? ബൾക്കായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലിസ്റ്റ് നോക്കി അത് പ്ലാൻ ചെയ്ത് ബൾക്കായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെൻഡിങ് ഫങ്ഷൻ ആണ്. പർച്ചേസിംഗ് ഈസ് എ വിഗോറസ് മാനേജ്മെന്റ്. വിഗോറസ് എന്ന് പറഞ്ഞാല് കരുത്തുള്ള, ഊർജ്ജസ്വലമായ എന്നൊക്കെ പറയാം കേട്ടോ. കരുത്തുള്ള, ഊർജ്ജസ്വലമായ. പർച്ചേസിംഗ് ഈസ് എ വിഗോറസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി എന്നും കൂടിയും പറയുന്നുണ്ട്. കരുത്തുള്ള ഊർജ്ജസ്വലമായ ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റി ആണ്. as we require proper planning of material, price forecasting, demand forecasting, organizing, coordination, able administration and
ടൈംലി ഡിസിഷൻ. അപ്പോ ഈ പ്രവർത്തനങ്ങളിലൂടെയെല്ലാം നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനം കൊണ്ടുപോകുന്നത് അല്ലെ, നല്ല രീതിയിലുള്ള മെറ്റീരിയൽസിലെ പ്ലാനിങ് വേണം. അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ്, പ്രൈസ് ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റ്, അതുപോലെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ലേ, അതുപോലെയുള്ള കാര്യങ്ങള്. അതുപോലെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഓർഗനൈസിങ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക, അതുപോലെ കോർഡിനേറ്റ് ചെയ്യുക, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഏകോപിപ്പിക്കുക, ഒരുമിച്ച് കൊണ്ടുപോകുക. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ എന്താണ് ടൈംലി ഡിസിഷൻ എടുക്കുക. ഇക്കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു കൊണ്ടുപോകാനായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് എന്താണ് കരുത്തുള്ള മാനേജ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഒരു എന്താണ് പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊണ്ടുപോകാനായിട്ട് എന്താണ് ഒരു ഊർജ്ജസ്വലമായ മാനേജ്മെന്റ് എന്നും കൂടി പർച്ചേസിങ്ങിനെ പറയുന്നുണ്ട്. അതുപോലെ എന്താണ് പർച്ചേസിങ് ഓഫ് ഹോസ്പിറ്റൽ വാരി according to the size and activities of the hospital. ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ, ഇപ്പൊ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. അതുപോലെ ലാർജ് ആണെങ്കിലോ അപ്പൊ ഹോസ്പിറ്റലിന്റെ സൈസും ആക്ടിവിറ്റിയും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും അനുസരിച്ചായിരിക്കും പർച്ചേസിങ് നടത്തുന്നത്. ക്ലിയർ ആയോ? ലാസ്റ്റ് സെന്റൻസിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റലിന്റെ സൈസും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും അനുസരിച്ചായിരിക്കും ഓരോ പർച്ചേസിങ് അവിടേക്ക് വരുന്ന എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങള്. സൈസ്, ഹോസ്പിറ്റലിന്റെ സൈസും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും അനുസരിച്ച് ആയിരിക്കും പർച്ചേസിങ് നടത്തുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗില് പറയുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെ നാളെ വരുമ്പോ വായിച്ചിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, 6 hours ഓഫ് പർച്ചേസിങ് നോക്കാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. അതുപോലെ പർച്ചേസിങ് എന്താണ്, ഇതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് നോക്കാം. ഇനി പർപ്പസ്, അതുപോലെ ഡിഫറെന്റ് വാല്യൂസ് ഒക്കെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, കൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു.